ഹലോ. അപ്പം നമ്മൾ എവിടേക്കാണ് പോകുന്നത് അറിയാം? ഗുരുവായൂർക്കാണ് കേട്ടോ. 8-9 മാസങ്ങൾക്ക് ശേഷം നമ്മൾ നാട്ടിൽ വന്ന് ഗുരുവായൂരപ്പനെ കാണാൻ പോവാണ്. എന്താവെന്ന് അറിയില്ല, ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ അതേ നമ്മൾ ഗുരുവായൂർ പടിഞ്ഞാറ് നടക്കിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്നെ കാണാണ്ടായപ്പോൾ എൻ്റെ മോൻ എന്നെ തിരിഞ്ഞ് നോക്കുകയാണ്. ഞാൻ വീഡിയോ മെല്ലെ എടുത്തിട്ട് നടക്കുകയാണ്. അപ്പോൾ വണ്ടിയൊക്കെ അവിടെ ഇട്ടിട്ട് നടക്കും. നല്ല തിരക്കുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഗുരുവായൂർ. പ്രത്യേകിച്ച് വ്യാഴാഴ്ചയും കൂടിയല്ലേ. അപ്പോൾ ഞാൻ നടന്ന് പടിഞ്ഞാറ് നടക്കിലേക്ക് എത്തി തൊഴുത് നോക്കുമ്പോൾ പായസം മേടിക്കുന്നതിൻ്റെ അവിടെ നല്ല തിരക്ക്, ഭയങ്കര തിരക്കുണ്ടാവെങ്കിലും ആ നേരത്തായ കാരണം നല്ല തിരക്കുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തൊഴുത് വീഡിയോസൊക്കെ എടുത്ത് നമ്മളിങ്ങനെ നടക്കട്ടോ. അത് നടക്കുമ്പോൾ പായസം കൊടുക്കണതിൻ്റെ അവിടം വരെ ഉണ്ട് ഉള്ളിലേക്ക് കയറാനുള്ള വരി നിൽക്കുന്ന കേട്ടോ. വരി കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. മോൻ പറഞ്ഞു, അപ്പോൾ ഇന്ന് ഉള്ളിൽ കയറണ്ട, നമുക്ക് പിന്നെ ഒരു ദിവസം വന്നിട്ട് കയറാം, നല്ല തിരക്കാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഗണപതിയുടെ അവിടേക്ക് പോയിട്ട് തേങ്ങ ഉടച്ചിട്ടാണ് നമ്മൾ കണ്ണനെ തൊഴാനായിട്ട് പോയത് കേട്ടോ. കൂവള മരത്തിൻ്റെ അവിടെയൊക്കെ തൊഴുത് തേങ്ങ ഉടച്ചു ഗണപതിയുടെ അവിടെ ഉടച്ചിട്ട് വന്ന് നടക്കലെത്തി. അപ്പോൾ തുളസിമാല നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് നടക്ക വെച്ചു. ഞാൻ കദളിപ്പഴവും എല്ലാം മേടിച്ച് താമരമുട്ടൊക്കെ മേടിച്ച് നടക്ക. ഹലോ. അപ്പോൾ നമ്മൾ ഗുരുവായൂരൊക്കെ പോയി വന്നു കേട്ടോ. അപ്പോൾ ഗുരുവായൂർ പോയി വന്ന് കുറച്ച് റെസ്റ്റൊക്കെ ചെയ്ത് നല്ല തിരക്കുണ്ടായിരുന്നു ഗുരുവായൂർ കേട്ടോ. ഇന്ന് വ്യാഴാഴ്ച എന്തൊക്കെയാണ്. അപ്പോൾ ഉള്ളിൽ കയറാൻ ഞാൻ നിന്നില്ല, അവൻ സമ്മതിച്ചില്ല. അപ്പോൾ അതും വീഡിയോ ഒക്കെ കൂടിയിട്ട് ഇപ്പോൾ കൂടിയിട്ട് ഒരുമിച്ച് ഇടാമെന്ന് വിചാരിച്ചു. അവിടെ പോയിട്ട് വീഡിയോ ശരിക്കും എടുക്കാൻ പറ്റിയില്ല, എന്നാലും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പോയി വന്ന് കുറച്ച് നേരം ഞാൻ റെസ്റ്റ് ചെയ്തു. ഇവിടെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. രാവിലെ എനിക്കാൻ തന്നെ നേരം, ഞാൻ പറഞ്ഞില്ലേ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വന്നു പിന്നെ ഭയങ്കര ക്ഷീണം, ഭയങ്കര ഇതൊക്കെയാണ്. പിന്നെ അവിടുത്തെ ടൈം വ്യത്യാസമല്ലേ, അപ്പോൾ ഉറക്കം അങ്ങോട്ട് ശരിയാവണില്ല. അപ്പോൾ പോയി വന്ന് കുറച്ച് റെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ഉച്ചയ്ക്ക് ശേഷം നല്ല പണിയുണ്ട് കേട്ടോ. പണിയെന്ന് വെച്ചാൽ ഞാൻ ഒന്നും വെച്ചിട്ടില്ല. ഞങ്ങൾ അവിടുന്ന് കാലത്ത് മസാല ദോശയും ഇതൊക്കെ കഴിച്ചു, അമ്പലം ഒക്കെ തൊഴുതിറങ്ങിയിട്ട്. പിന്നെ വിശപ്പില്ല. പിന്നെ ഇവിടെ വന്നപ്പോൾ അവൻ പറഞ്ഞു ഒന്നും വേണ്ട, വൈകിട്ടേക്ക് വെച്ചാൽ മതിയെന്ന്. മോനും ഞാനുള്ളൂ കേട്ടോ, 2 പേരല്ലേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഉത്സവമൊക്കെ ആയിട്ട് എല്ലാ ഗസ്റ്റും ഇവിടെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അവരൊന്നും എനിക്ക് വീഡിയോയിൽ എടുക്കാൻ പോകാൻ പറ്റിയില്ല. വീഡിയോ എടുക്കാനൊരു മൂടുണ്ടാകുന്നില്ല. പിന്നെ അത് മാത്രമല്ല ഭയങ്കര പണിയായിരുന്നു ഇവിടെ. ഇത്രയും നാൾ അടച്ചിട്ടിട്ട് വരുമ്പോൾ കുറേ പണികളുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയായിട്ട് ഞാൻ ഒന്നും എടുത്തില്ല. അതുകൊണ്ട് ഇനി മുതൽക്കുള്ളതൊക്കെ ഞാൻ ഇടാം കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ അവിടെ പോയി വന്ന് എൻ്റെ മുഖത്ത് വരെ ക്ഷീണമല്ലേ, ഇനി അങ്ങനെ കിടന്നു നോക്കി തീരെ വയ്യ. അപ്പം നോക്കിയപ്പോൾ ഇനി ഞാൻ വൈകിട്ടേക്ക് എന്താ ചെയ്യുക, എന്താ വയ്ക്കുക എന്നിങ്ങനെ ആലോചിച്ച് വിചാരിച്ചു എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയാന്ന് വിചാരിച്ച് കുറച്ച് ചോറ് വയ്ക്കാം. ചോറ് വെച്ച് എന്താ കറി എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 പേർക്ക് കുറച്ച് ചോറ് വെച്ചാൽ മതിയല്ലോ, കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കിപ്പോൾ വിശന്ന് തുടങ്ങിയിട്ടാണ്. ഇപ്പോൾ സമയം എത്രയായില്ല, രാവിലെ കഴിച്ചാണ് മസാല ദോശ. അങ്ങനെ ഫുഡ് വിശപ്പിന് എന്തെങ്കിലും കഴിച്ചാൽ മതി, ഇന്നത് വേണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഇന്നലെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണം വീട്ടിൽ നിന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ മോളെ കല്യാണം. അവൾ പറഞ്ഞ സദ്യയൊക്കെ ഒരുപാട് ബാക്കിയായി, പറഞ്ഞാലും വെച്ച് കൂടുതലായി, അപ്പം എല്ലാം കൊണ്ടക്കോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് കുറച്ച് പായസം തന്നാൽ മതി എന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ പായസം നമ്മൾ നാട്ടിൽ വന്ന് സദ്യ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റിന് ഇവിടെ എല്ലാം കൊടുന്ന് ഇവിടെ ഒന്നും കഴിക്കാനാണില്ല. പിന്നെ എന്തിനാ വെറുതെ കൊടുന്നിട്ടെന്ന് വിചാരിച്ചു. പായസം കൊടുന്നു. ഇന്നലെ രാത്രി ഞാനത് കുടിച്ച്. പിന്നെ ഇന്നലെ ഞാൻ ചൂടാക്കി വെച്ചു. എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല, നോക്കാം നമുക്ക്. അപ്പം ഇതാണ് പായസം കേട്ടോ. എന്താ കഴിയാനായി, പരിപ്പ് പായസമാണ്. നാശമായിട്ടൊന്നുമില്ല, കുടിച്ച് നോക്കാം എന്താ അവസ്ഥ എന്ന്. ഞാൻ കുടിക്കട്ടെ, എല്ലാവർക്കും വേണോ? ഇന്നലത്തെ നിങ്ങൾ തന്നെ കഴിച്ചോ നോക്കാം അല്ലേ. നാശമായിട്ടില്ല കേട്ടോ, നന്നായിട്ടുണ്ട്. അങ്ങനെ നാശമാകാൻ പാടില്ലല്ലോ, നമ്മൾ ചൂടാക്കിയതല്ലേ. പരിപ്പ് പായസം നമ്മളങ്ങനെ വെക്കില്ല, പാലട സേമിയ ഒക്കെ നമ്മൾ വെക്കണതല്ലേ. ഇപ്പോൾ കുഴപ്പമില്ല, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ കുറേ ജോലികളുണ്ട് കേട്ടോ. എന്താ പറയുക, നന്നായിട്ട് ജോലികളുണ്ട്. പിന്നെ നമുക്ക് നാട്ടിൽ നിൽക്കാതെ പുറത്ത് പോയി നിന്നിട്ട് നാട്ടിൽ വരുമ്പോൾ നമുക്കെന്താ, നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വേണമല്ലേ. ഇത്
ആരുമില്ലെങ്കിൽ പിന്നെ ഭയങ്കര ബോറിങ്ങാണ്. നമ്മുടെ ചെറിയമ്മയൊക്കെ നമ്മുടെ തുണയ്ക്കുണ്ടായിരുന്നു ആൾ. പിന്നെ ഞങ്ങൾ പാലക്കാട് പോയപ്പോൾ അവിടെ ആക്കി. ഞങ്ങൾ പിന്നെ കുറച്ച് അമ്പലത്തേക്കൊക്കെ പോകാനുണ്ടായിരുന്നു. ആളെ കുളിച്ച് യാത്ര മൂപ്പരാൾക്കും പോരാനും ഈ കാലത്ത് തന്നെ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഏറ്റവും വലിയതെന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ വന്ന് വീട് അടച്ചിട്ടിട്ട് പോയിട്ട് നാട്ടിൽ വന്ന് നമുക്ക് കുറേ നഷ്ടങ്ങളാണ്. ഇപ്പോൾ ഇത് ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നില്ല, വാഷിംഗ് മെഷീൻ ഞാൻ പോകുമ്പോൾ ഇച്ചിരി കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ തീരെ ഇതായി. അതുപോലെ മുകളിലെ ടാങ്ക് കുറച്ച് ലീക്ക് ഉണ്ട്. അപ്പോൾ കുറേ ഇതായി, നഷ്ടങ്ങൾ നമുക്ക് വന്നു. ഞാൻ വന്നിട്ട് കുറേ ബുദ്ധിമുട്ടി വെള്ളത്തിനൊക്കെ. അപ്പോൾ ശരിയായിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ രണ്ടാളായ കാരണം കുറച്ച് അടിക്കാൻ പറ്റും. അപ്പം അങ്ങനെയാണ് വിശേഷങ്ങൾ. ഇനി നമ്മുടെ വീടും പരിസരമൊക്കെ ഞാൻ ഒരു ദിവസം എടുത്ത് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ പണികളിലേക്ക് കിടക്കട്ടെ. ചോറ് ഇത്തിരി വെക്കാം, എന്താ കറി വെക്കണമെന്ന് ഞാൻ നോക്കിയിട്ട് ഞാൻ കാണിക്കാം. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം ചെയ്യാണ്ട്. ഞാൻ അവിടെ വന്ന പിന്നെ വിളക്കൊന്നും വെച്ചിട്ടില്ല വീട്ടിൽ, കാരണം ഭയങ്കര പാടായിട്ട് കിടക്കുകയായിരുന്നു. അപ്പം നമ്മൾ എന്നാൽ അതും കൂടി അങ്ങ് വൃത്തിയാക്കി ഇങ്ങോട്ട് വിളക്ക് വയ്ക്കാം എന്ന് വിചാരിച്ച് ഞാനിങ്ങോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതേ സാമി റൂം കാണിച്ചു തരാം. സാമി റൂമൊക്കെ അതെ ഇങ്ങനത്തെ അവസ്ഥയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കിയിട്ട് നല്ല അതിൽ നമുക്ക് വിളക്കൊക്കെ വെക്കണ്ടേ. അപ്പം നമ്മൾ അവിടുത്തെ കൃഷ്ണനും അവിടുത്തെ ഫോട്ടോസും ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നു, കാരണം അത് അവിടെ കെട്ടിപ്പൂട്ടി വിളക്കും ഇതില്ലാണ്ട് ഇരിക്കണ്ടേ. ഇനി പോകുമ്പോൾ വേണമെങ്കിൽ കൊണ്ടുപോകാം. എൻ്റെ മനസ്സ് അവിടെ വെക്കാൻ തോന്നിയില്ല. അപ്പോൾ നമ്മളിവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി അതൊന്ന് സെറ്റ് ആയിട്ട് ഇവിടെ എന്നിട്ട് കാണിക്കാം. അവിടെ കുറച്ച് ഫോട്ടോസ് ഓൾറെഡി ഉണ്ട്. ഇനി നമ്മുടെ കൊടുന്ന ഫോട്ടോസും കൂടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് കാണാം കേട്ടോ. അപ്പം ഞാൻ ഫോട്ടോസൊക്കെ തുടച്ച് വൃത്തിയാക്കി നമ്മുടെ എല്ലാതും ഇവിടെ സെറ്റാക്കി കണ്ട, എല്ലാം സെറ്റാക്കി. ഇനി വൈകിട്ട് ഒന്ന് തുടച്ച് ഇവിടെ താഴെയൊക്കെ ഒന്ന് തുടയ്ക്കണം, ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി കണ്ട. ഇത് സാമി റൂമാണ് കേട്ടോ മുകളിൽ. അപ്പം നമ്മൾ ഒക്കെ നല്ല അതിൽ സെറ്റാക്കി. മുകളിൽ നോക്കി അപ്പുറത്തെ പറമ്പ് കണ്ട, കാടാണ് അവിടെ കണ്ട. പശുവൊക്കെ ഉണ്ട് തിന്നാൻ. അപ്പുറത്തെ പറമ്പ് വരെ കാട് പിടിച്ചിട്ട് കിടക്കണം. അപ്പം അങ്ങനെ വൃത്തിയാക്കി ഇവിടെ. പിന്നെ നമുക്ക് വിളക്ക് വയ്ക്കുമ്പോൾ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചോറ് അതൊക്കെ വൃത്തിയാക്കി വന്ന് ചോറ് നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച്. അപ്പോൾ കൂട്ടാൻ വയ്ക്കാൻ എന്താണെന്ന് വെച്ചാൽ നോക്കുമ്പോൾ ഇതേ കൂർക്കുണ്ട് കേട്ടോ. ഇതെന്തിട്ടാന്ന് മനസ്സിലായി, അതൊക്കെ കേടായി. ഈ സാധനം എന്താണെന്ന് മനസ്സിലായി, അത് കുക്കമ്പറാണ്. ഇത് അവിടെ ഇവിടെ ഉണ്ടായതാണ്, ചെറിയമ്മയുടെ വീട്ടിലുണ്ടായതാണ് ഈ കുക്കമ്പർ. അപ്പോൾ കൂർക്ക കാണണ്ടേ, കൂർക്ക അതാ. അപ്പോൾ അതായത് കൂർക്ക നമ്മൾ ചെറിയമ്മയുടെ അവിടെ നിന്ന് തന്നതാട്ടോ. കുറച്ച് വലിയ കൂർക്കയാണ് കണ്ട, വലിയ കൂർക്ക. അപ്പോൾ ഇത് ഉപ്പേരി വെക്കണം. അപ്പോൾ ഇത് വെക്കാമെന്ന് വിചാരിച്ചു, ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ. ഇത് കുക്കമ്പർ തന്നതാണ്, അത് കുറച്ച് കേടായി, ഞാൻ അന്ന് തന്നെ എടുക്കാത്ത കാരണം കണ്ട. ഇങ്ങനത്തെ കുക്കമ്പർ ആദ്യമായിട്ട് കാണാം കേട്ടോ. മുറിച്ച് നോക്കാം. ഇത് കേടാകുന്നുണ്ട്, അവിടെ ഉണ്ടായതാ. പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അവർ. അപ്പോൾ ഇത് ഒരു കയ്യിൽ വീഡിയോ പിടിക്കണ കാരണം കണ്ടോ, കുക്കമ്പറാണ് കണ്ടോ. കുക്കമ്പർ അത്രേ ഉള്ളൂ, ബാക്കി പിന്നെ കാണാം. ഹലോ, അപ്പം ഇന്നലെ നമുക്ക് ബാക്കി വീഡിയോ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇന്നലെ നല്ല ഇടിയും മഴയൊക്കെ വന്ന് വൈകിട്ട്. അപ്പോൾ ബാക്കിയൊന്നും ചെയ്തില്ല. അപ്പം ഇന്ന് രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ നമ്മൾ എന്താ കാണിക്കാൻ പോകുന്നത്, സ്പെഷ്യലൊന്നല്ല, എല്ലാവരുടെയും
വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ്, എളുപ്പമാണ്. അപ്പം അത് കാണിക്കാം. പുട്ടാണ് കേട്ടോ, പുട്ട്, പഴം, പഴം, പപ്പടം, കട്ടൻ ചായ. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.